വെൽക്കം ബാക്ക്. സോ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ തായില്ലേ, നമ്മൾ അടിപൊളി ക്രിസ്മസ് റിലേറ്റഡ് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം എന്താണ്, ഷുവറായിട്ടും ക്രിസ്മസ് ട്രീ ആണ്. പക്ഷെ അത് വിചാരിച്ച് വരെ സബ്മിറ്റാണുള്ളത്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്റ്റാറാണ്. സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഷോ കാണിക്കുകയാണ്. സംഭവമൊന്നുമില്ല, നമ്മൾ പേപ്പർ വെച്ച് കിടുകിടാന്ന് പറയുന്ന ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ്. കിടീട സ്റ്റാറോ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി, അത് വിട്ടോളാം. ഓക്കെ, ഇത് വേറെ സാധനമല്ല, സോറി, ഇത് സ്റ്റാർ തന്നെയാണ്. സംഭവം ഞാൻ കുറച്ച് ദിവസം മുന്നേ സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കൊളായിന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കുന്നില്ല. സോ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ലെറ്റ്സ് ഗോ. സോ നമ്മൾ 5 A4 ഷീറ്റ്സ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഹാഫായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. സോ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ 2 സൈഡ്സിൽ നിന്നും എടുത്ത് മടക്കുക വേണ്ടത്. അതായത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ഡയഗണിൽ നിന്ന് നമ്മൾ 2 സൈഡിലേക്കും എടുത്തിട്ട് ഷാർപ്പായിട്ട് തന്നെ കറക്റ്റ് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആൻഡ് വാട്ട് വി വോണ്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ അതിൻ്റെ ആ മേൽ ഭാഗം ഉണ്ടോ, അത് നമ്മൾ അകത്തോട്ടേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നു. അകത്തോട്ടേക്കത് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. കമോ. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ മടക്കി നോക്കിയതാണ് ഓൾറെഡി. ഇങ്ങോട്ടേക്കും ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങോട്ടേക്ക്, അതായത് ആ ഒരു എഡ്ജ് ഉണ്ടോ നിങ്ങൾ ആദ്യം ഫോൾഡ് ചെയ്തതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു എൻഡിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബൾജായി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. കണ്ടോ, സ്റ്റിക്ക് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ, ഭയങ്കര ഷാർപ്പായിരിക്കണം. ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറായിട്ട് കിട്ടത്തില്ല. ഭയങ്കര വേറെ സാധനമൊന്നും ആയി പോകത്തില്ല, കൊളാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എനിക്ക് ക്യാമറ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചത് മറ്റേ കൈ കൊണ്ട് ചെയ്യാണ്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഏലുകേടാണ്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അടിപൊളി സ്റ്റാർ ഒന്ന് ട്രൈ ചെയ്യാനും മറന്നു പോയിട്ടാ. സോ ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയില്ല, ബൾജ് ചെയ്ത് നിൽക്കും. ഫുൾ ചെയ്തെടുക്കാം. അതുതന്നെയാണ് നമ്മുടെ പരിപാടി. ഇത്രയും ചെയ്ത് ഞാൻ മാലത്തെ താർത്തിയും ഇട്ടേക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യും. സോ ഒന്നുകൂടെ നിങ്ങൾ കാണിക്കുകയാണ്. ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആക്കി വെക്കുക. അതായത് ആ ഫോൾഡിങ്ങിലൂടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. അവിടെ ഗം അപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ കൂട്ടിയും കൂട്ടിക്കുക. ഇത്ര വേഗം പറഞ്ഞു തീർത്താൽ എങ്ങനെയല്ലേ വീഡിയോ കറക്റ്റ് ആവണ്ടേ. ഓക്കെ, അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ആക്കുക. എന്നിട്ട് ലാസ്റ്റ് അവിടെയും കൂടെ ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ സ്റ്റാറായിട്ട് ഒട്ടിക്കിട്ടും. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഏരിയയിലോട്ട് ഗം ആക്കണ്ട. ലാസ്റ്റ് കുറച്ച് ഏരിയയിൽ മാത്രം ഗം ആക്കുക. ഓക്കെ, ഒരുപാട് വൈഡായിട്ട് ആക്കണ്ട. അന്നേരം നിങ്ങൾക്ക് എക്സ്ട്രാ സ്ഥലം ഒട്ടിപ്പോവും. ഇനി ഞാൻ തുറക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് തുറക്കാം കേട്ടോ. സോ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഒട്ടിച്ചതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാരണം അവിടെ കണ്ടോ വൈറ്റായിട്ട് ഭയങ്കര കല പോലെ ഇല്ലേ. ഓക്കെ, അത് ഒട്ടിച്ചതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കറക്റ്റാക്കി. സോ നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കിഡിലെ നൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ലാസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ത്രെഡ് കൂടെ വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഹാങ് ചെയ്യാനോട് പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.